സംസ്ഥാനത്ത് SDPI UDFിനെ പിന്തുണയ്ക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി പത്രസമ്മേളനം വിളിച്ച് വെളിപ്പെടുത്തിയതോടെ UDFിന് മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ എന്ന് പറയും പോലെയായി. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ മുഖമാണ് SDPI. SDPIയുടെ വോട്ട് വാങ്ങുന്ന UDFിന് എങ്ങനെയാണ് ഇനി വർഗീയതക്കെതിരെ സംസാരിക്കാൻ കഴിയുക എന്നതാണ് ഉയരുന്ന പ്രധാന ചോദ്യം. UDFിന്റെ മതേതര മുഖം മൂടിയാണ് ഇതോടെ അഴിഞ്ഞു വീണിരിക്കുന്നത്. ഇത് ഇടതുപക്ഷം പ്രചാരണത്തിൽ ആയുധമാക്കുക തന്നെ ചെയ്യും. രാമക്ഷേത്ര പ്രശ്നത്തിൽ ഉൾപ്പെടെ കോൺഗ്രസ് സ്വീകരിച്ച ഹൈന്ദവ വിരുദ്ധ നിലപാടുകൾ മൂലം വിശ്വാസികളുടെ ഒരു വലിയ സമൂഹം തന്നെ ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് അകന്നുപോയിട്ടുണ്ട്. SDPIക്കൊപ്പമാണ് കോൺഗ്രസ് എന്ന പ്രതീതി പരക്കുന്നതോടെ ഹൈന്ദവ വിശ്വാസികൾ കൂടുതലായി പാർട്ടിയിൽ നിന്ന് അകലാൻ ഇടയുണ്ട്. ഇത് BJPക്കാണ് പൊതുവെ ഗുണം ചെയ്യുക. രാമക്ഷേത്ര വിഷയം മുതൽ പലസ്തീൻ വിഷയത്തിലും പൗരത്വ ഭേദഗതി നിയമത്തിലും ഏകീകൃത സിവിൽ കോഡിലും ഒക്കെ സ്വീകരിച്ച മുസ്ലിം പ്രീണന നിലപാടുകൾ കാരണം CPMന് ഇപ്പോൾ തന്നെ ഹൈന്ദവ വിരുദ്ധ പാർട്ടി എന്ന ലേബൽ പതിഞ്ഞു കിടപ്പുണ്ട്. ഇത്തവണ SDPI കേരളത്തിൽ ഒരു മണ്ഡലത്തിലും സ്ഥാനാർത്ഥികളെ നിർത്തുന്നില്ല എന്നാണ് അഷ്റഫ് മൗലവി പറഞ്ഞത്. PFIയുടെ ആസ്തികൾ കേന്ദ്ര സർക്കാർ മരവിപ്പിച്ചതോടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവശ്യമായ തുക കണ്ടെത്താൻ സാധിക്കാത്ത സാഹചര്യവും പാർട്ടിയുടെ ഈ തീരുമാനത്തിന് പിന്നിലുണ്ട് എന്നാണ് കരുതുന്നത്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇരു മുന്നണികളുമായി SDPI രഹസ്യ ചർച്ചകൾ നടത്തുന്നതായി വിവരങ്ങൾ ഉണ്ടായിരുന്നു. SDPI മുന്നോട്ട് വെച്ച നിബന്ധനകളെല്ലാം UDF അംഗീകരിച്ചതോടെയാണ് ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടായത് എന്നാണ് ലഭ്യമായ വിവരം. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് 9 മണ്ഡലങ്ങളിലായിരുന്നു SDPI സ്ഥാനാർത്ഥികൾ മത്സരിച്ചിരുന്നത്. ഇവർക്ക് ലഭിച്ച വോട്ടുകൾ ഇപ്രകാരമാണ്: കാസർഗോഡ് 9713, കണ്ണൂരിൽ 8142, വടകരയിൽ 5544, വയനാട് 5426, മലപ്പുറം 19106, പൊന്നാനി 18124, തൃശൂർ 6894, പത്തനംതിട്ട 11353, കൊല്ലം 12812, ഇടുക്കി 10401. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലായി 18 മണ്ഡലങ്ങളിൽ SDPI സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. മറ്റിടങ്ങളിൽ BJP വിരുദ്ധ ചേരിയെ സഹായിക്കാനാണ് തീരുമാനം. ദീർഘകാലാടിസ്ഥാനത്തിൽ ദേശീയ തലത്തിൽ സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായൊരു രാഷ്ട്രീയ ബദൽ വളർത്തിക്കൊണ്ടുവരിക എന്നതാണ് പാർട്ടി സ്വീകരിക്കുന്ന ഓരോ രാഷ്ട്രീയ നിലപാടിന്റെയും ആത്യന്തിക താല്പര്യമെന്ന് അഷ്റഫ് മൗലവി പറയുന്നു. അതേസമയം SDPIയുമായി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ UDF ധാരണയുണ്ടാക്കിയിട്ടില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത്. അവരുമായി ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല എന്നും വർഗീയതയെ കടപുഴക്കി ഫാസിസ്റ്റ് ഗവൺമെന്റിനെ താഴെയിറക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു. അതേസമയം SDPI പിന്തുണ സ്വീകരിക്കുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം വ്യക്തമായ മറുപടിയും പറയുന്നില്ല. SDPI പിന്തുണ വേണ്ടെന്ന് വെക്കാൻ കോൺഗ്രസും മുസ്ലിം ലീഗും തയ്യാറാകുമോ എന്ന് KT ജലീൽ ഇതിനിടെ ചോദിക്കുകയുണ്ടായി. തിരഞ്ഞെടുപ്പ് ജയിക്കാൻ എന്തുമാകാം എന്ന നിലയിലാണ് കാര്യങ്ങൾ. മലപ്പുറത്തും പൊന്നാനിയിലും ജയിക്കാൻ മതേതര മുഖം അഴിച്ചു വെക്കേണ്ട ദയനീയ സ്ഥിതിയിലാണ് മുസ്ലിം ലീഗ് എന്നും KT ജലീൽ പരിഹസിക്കുന്നു.